അമേരിക്ക വീണ്ടും എബ്രഹാം ഉടമ്പടി എബ്രഹാം അക്കോർഡ്സ് സജീവമാക്കാനും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില തന്ത്രപ്രധാനമായ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. 2020 ഡൊണാൾഡ് ട്രംപ് ഭരണകാലത്താണ് ഇസ്രായേലും UAEയും ബഹ്റൈനും തുടങ്ങിയ അറബ് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഈ ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനവും സുരക്ഷിതത്വവും. മിഡിൽ ഈസ്റ്റിൽ മധ്യപൂർവേഷ്യ ദീർഘകാലമായ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം. കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഔദ്യോഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മേഖലയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം കുറയ്ക്കാനും സ്ഥിരത കൊണ്ടുവരാനും സഹായിക്കുമെന്ന് അമേരിക്ക പറയുന്നു. ഇറാൻ്റെ സ്വാധീനം ചെറുക്കാൻ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും പ്രധാന ശത്രുവായ ഇറാൻ്റെ മിഡിൽ ഈസ്റ്റിലെ സൈനിക രാഷ്ട്രീയ സ്വാധീനത്തെ തടയുക എന്നത് ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നത് ഇറാനെതിരായ ശക്തമായൊരു പ്രാദേശിക സഖ്യം രൂപീകരിക്കാൻ അമേരിക്കയെ സഹായിക്കും. സൗദി അറേബ്യയെ ഉൾപ്പെടുത്താനുള്ള ശ്രമം എബ്രഹാം ഉടമ്പടി ഏറ്റവും വലിയ വിജയമായി അമേരിക്ക കാണുന്നത് സൗദി അറേബ്യയെ കൊണ്ട് ഇതിൽ ഒപ്പുവെപ്പിക്കുക എന്നതാണ്. ഇസ്ലാമിക ലോകത്ത് വലിയ സ്വാധീനമുള്ള സൗദി അറേബ്യ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിയെഴുതും. ഇതിനായുള്ള ശക്തമായ മധ്യസ്ഥ ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. സാമ്പത്തിക സാങ്കേതിക സഹകരണം. ഇസ്രായേലിൻ്റെ ഉയർന്ന സാങ്കേതിക വിദ്യയും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷിയും ഒത്തുചേരുമ്പോൾ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകും. വ്യാപാരം, ടൂറിസം, പ്രതിരോധം, സൈബർ സുരക്ഷ എന്നീ മേഖലകൾ സഹകരണം അമേരിക്കൻ കമ്പനികൾക്കും ആഗോള വിപണിക്കും ഗുണകരമാണ്. ചൈനയുടെയും റഷ്യയുടെയും കടന്നുകയറ്റം തടയുക. അടുത്ത കാലത്തായി മിഡിൽ ഈസ്റ്റിൽ ചൈന, റഷ്യ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും തമ്മിലുണ്ടായ ചർച്ചകൾ. മേഖലയിൽ അമേരിക്കയുടെ പരമാധികാരവും പങ്കാളിത്തവും നഷ്ടപ്പെടാതിരിക്കാൻ എബ്രഹാം ഉടമ്പടി പോലുള്ള ശക്തമായ സഖ്യങ്ങൾ നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ആഭ്യന്തര രാഷ്ട്രീയം. അമേരിക്കയിൽ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു നയതന്ത്ര വിജയം നേടുന്നത് അമേരിക്കയിലെ ഭരണകൂടത്തിന് ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും. ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനും ഇറാൻ്റെ ഭീഷണി പ്രതിരോധിക്കാനും ചൈനയുടെ കടന്നുകയറ്റം തടയാനും വേണ്ടിയാണ് അമേരിക്ക വീണ്ടും എബ്രഹാം ഉടമ്പടിയുമായി സജീവമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാതെ ഈ ഉടമ്പടി പൂർണ്ണ വിജയത്തിലെത്തിക്കുക എന്നത് അമേരിക്കക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്.